ഹലോ ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതായത് കുറച്ച് കുക്കിങ്ങും നമ്മൾ പുറത്തു പോയ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ വന്ന ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കലാണ് കേട്ടോ. ഞാനിവിടെ ജീരകവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ മല്ലിവെള്ളവും തിളപ്പിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്തെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നാൽപ്പാമരാതി ഓയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അതാണ് യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ബോട്ടിൽ കാലി ആയതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലിലോട്ട് ഷിഫ്റ്റ് ആയേക്കുന്നത്. ഇനി നാട്ടിൽ പോയെങ്കിലാണ് നാൽപ്പാമരാതിയൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവർ രണ്ടുപേർക്കും ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് കേട്ടോ വെള്ളം കൊടുക്കാറ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ആഴ്ചയിൽ ഒരു ദിവസമാണ് കൊള്ളിക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം സൂര്യൻ്റെ വെട്ടത്തിലൊന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ ഒതുങ്ങി വരുമ്പോഴേക്കും തുണിയും ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് ഇന്ന് ലിഫ്റ്റ് വഴിയായിട്ടാണ് കേട്ടോ പോയത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫോണൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4th ഫ്ലോർ കഴിഞ്ഞിട്ടാണ് നമുക്ക് തുണി വിരിക്കാൻ പോകേണ്ടത്. അവിടെ എത്താറായപ്പോഴേക്കും ലിഫ്റ്റ് അങ്ങ് സ്റ്റക്കായി പോയി, കറണ്ട് പോയി. എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ജനറേറ്റർ പെട്ടെന്ന് തന്നെ വർക്കായിട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിഫ്റ്റിൽ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഓണായി ലിഫ്റ്റ്. അങ്ങനെ ഞാൻ തുണിയൊക്കെ വേഗം തന്നെ വിരിച്ചിട്ടിട്ട് താഴെ വന്നു കേട്ടോ. കാരണം നമുക്കിന്ന് ലഞ്ചിന് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കുഴിമന്തി ഉണ്ടാക്കാനെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഓൾറെഡി ഞാൻ 2 പാക്കറ്റ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മന്തി മസാല എല്ലാം ഉൾപ്പെടുന്ന ഒരു പാക്കറ്റായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ടാക്കാത്ത മന്തിയാണെന്നൊന്നും പറയരുത് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയ മന്തി തന്നെയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇത് ഒന്ന് ജസ്റ്റ് ട്രയലായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ താഴെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെടി ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചെറുതായിട്ട് വെള്ളം സൂര്യപ്രകാശമൊന്നും കിട്ടാത്തതുകൊണ്ട് കരിഞ്ഞുണങ്ങിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കുറച്ച് റോസും അതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ്, അതുപോലെ ആന്തൂറിയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നേരെ പിന്നെ അടുക്കളയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ പിന്നെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കലില്ല. ഇടയ്ക്കൊക്കെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. എനിക്കിങ്ങനെ വെള്ള കളറിലിരിക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമല്ല. അതുമല്ല ഉദയേട്ടന് ഇഷ്ടമൊന്നുമല്ല. ഉദയേട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ആർഭാടമായിട്ട് കുറച്ച് ക്യാരറ്റും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അതാകുമ്പോൾ പിന്നെ കുറച്ച് കളർഫുള്ളായിരിക്കും, കുറച്ച് ടേസ്റ്റി ആയിരിക്കും. അതുമല്ല കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനും തോന്നും കേട്ടോ. അല്ലാതെ നമ്മൾ വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കലില്ലല്ലോ. ഇതിൽ കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനും തോന്നും. അതുമല്ല നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലാണ് ഓർത്തത്. പക്ഷേ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നട്ട്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയിട്ടോ. അപ്പം നിങ്ങൾ ഈ രീതിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുവാണെങ്കിൽ നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ഉപ്പുമാവായിരിക്കും. പിള്ളേർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ച സമയത്ത് ഞാൻ കരുതി ഒരു 2-3-4 പീസ് എടുത്തിട്ട് നമുക്ക് മാത്രം കുറച്ച് കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെയാകും എന്നൊന്നും അറിയില്ല. ഫ്ലോപ്പായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഞാൻ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ, അത് എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉപ്പുമാവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം, അതുമല്ല കുളിച്ചിട്ടില്ല, കുളിച്ച് കഴിച്ചിട്ടൊക്കെ വേണം ഉച്ചലത്തെ പരിപാടിയൊക്കെ എനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഉപ്പുമാവ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ഉപ്പുമാവാണ്. പിള്ളേർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഫുഡ്. കാരണം ഉപ്പുമാവ് ഞങ്ങളെപ്പോലെ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സൈഡായിട്ട് ഇതിന് പഞ്ചസാര മാത്രം മതി കേട്ടോ. വേറെ കറികളൊന്നും വേണമെന്നൊന്നുമില്ല. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ക്യാരറ്റൊക്കെ ഉള്ളായിരുന്നു കൊണ്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ കഴിച്ചോളും. അങ്ങനെ ഞാൻ അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നേരെ റൂമിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂം എനിക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്
റെഡി ആക്കിയിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കേട്ടോ ഈ പറഞ്ഞ പരിപാടിയിലോട്ട് പോകാൻ. അതുമല്ല ഉദയേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാം, വണ്ടിയൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ പോകാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ആ ഒരു സൈഡിലെ ബാൽക്കണി ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല കേട്ടോ. ഈ ദിവസങ്ങളിൽ എന്തായാലും മഴ പെയ്യും എന്നാണ് എനിക്ക് തോന്നണേ, കാരണം ഉച്ച കഴിഞ്ഞ് ഒന്ന് മൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷെ ബാൽക്കണി തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ ഭയങ്കര വെയിലടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലടിക്കുന്നുണ്ടല്ലോ എന്ന ധൈര്യത്തോടു കൂടി ഞാൻ വേഗം കയറി കുളിച്ചിട്ടൊക്കെ വന്നു. കുളിച്ച് വേഗം കഴിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത പണിയിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ദേ മഴക്കാറ് വരുന്നുണ്ടെന്ന് ഉദയേട്ടൻ പറയുന്നുണ്ടേ. മഴ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ഉപ്പുമാവും കുറച്ച് ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് പാലൊക്കെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹോർലിക്സ് ഉള്ളതിൻ്റെ പേരിലാണ് കേട്ടോ പാൽ കുടിക്കുന്നത്. ഞാൻ വേഗം വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാറുണ്ട്, ഇപ്പോൾ മഴ പെയ്യുന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഞാൻ വേഗം തുണി എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. ഉദയേട്ടനും ഞാനും കൂടിയിട്ടാണ് തുണി എടുക്കാൻ പോയത്. അതുമല്ല ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്തില്ല, കാരണം ലിഫ്റ്റിലെങ്ങാനും പെട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ മേലെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല നീലാകാശവും മഴ പെയ്യും എന്നുള്ളൊരു ഒരു 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 സൂചന പോലും കാണിക്കുന്നില്ല. വേഗം തന്നെ നമ്മുടെ തുണികളൊക്കെ പറക്കിയെടുത്തു, കാരണം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുഴിമന്തി ഉണ്ടാക്കിയത് കേട്ടോ. കുഴിമന്തിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഉദയേട്ടൻ കഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉദയന് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പുറത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അതാ ഒരു എക്സിബിഷൻ സെൻറ്റർ കണ്ടായിരുന്നു. റോഡിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു കേട്ടോ. കുറേ സെറാമിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2-3 ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉദയേട്ടൻ കുറച്ച് നേരം വണ്ടിയൊക്കെ ഒന്ന് കഴുകാൻ കൊടുത്തു. ഞാനും കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നായിരുന്നു. പിന്നെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.